കൊല്ലം അയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ചൂരാങ്കിൽ പാലത്തോട് ചേർന്ന് നിർമ്മാണം നടക്കുന്ന പാലമാണ് തകർന്നത്. ആർക്കും പരിക്കേറ്റിട്ടില്ല. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, എന്തായാലും പരിക്ക് ആർക്കും ഏറ്റില്ലെങ്കിലും അപകടം വലിയ അപകടമാണ്. ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് പാലം തകർന്നത് എന്നാണ് ഇപ്പോൾ കരാറുകാരൊക്കെ പറയുന്നതും ദൃക്സാക്ഷികൾ എന്താണ് പങ്കുവയ്ക്കുന്നത്? പ്രതീക്ഷ നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് പാലം തകരാൻ കാര്യം ദേശീയപാതയാണ്, ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അത്തരത്തിൽ ഉള്ള ഒരു മുൻകരുതൽ എടുക്കാത്ത തന്നെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് മൂലമാണ് ഇത്തരത്തിൽ പാലം തകർന്നു വീണത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പാലത്തിൻ്റെ വലിയ ബീമുകൾ, അതായത് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആ മേൽഭാഗത്തിൻ്റെ വലിയ ബീമുകളുണ്ട്. ആ ബീമുകളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ അവസ്ഥയിൽ എത്താൻ കാരണം ഇവിടുത്തെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 സംഭവം ഉണ്ടായത്. ഉച്ചയ്ക്ക് 1:30 ഇതിൻ്റെ കോൺക്രീറ്റ് 10 മണിക്ക് കോൺക്രീറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ആ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് നടക്കുന്ന സമയത്ത് 1:30 അതിൻ്റെ ഒരു ഭാഗം നടുഭാഗം വെച്ച് പാലം തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രദേശവാസികളൊക്കെ തന്നെ പ്രതിഷേധമായി എത്തിയിട്ടുണ്ട്. കാര്യം ഇവിടെ ഒരു ക്രെയിൻ ഉണ്ടായിരുന്നു. ആ ക്രെയിൻ എടുത്ത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഈ കരാറുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ ഞങ്ങളുടെ ആവശ്യം? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ മിക്സ് പരിശോധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. കാരണം ഇതിപ്പോൾ 1-2 പ്രാവശ്യമല്ല, 3ാമത്തെ പ്രാവശ്യമാണ് ഇത് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. കാരണം ഇത് ചെയ്തതിന് ശേഷം നാളെ ഒരു സംഭവം ഉണ്ടായാൽ അത് ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കളക്ടർ വരണം. കളക്ടർ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. കളക്ടർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ അവർക്ക് പറ്റത്തില്ല. അവർക്ക് ഇപ്പം തന്നെ കോൺക്രീറ്റ് ഈ മിക്സ് ചെയ്യുന്ന കോൺക്രീറ്റ് ടൈറ്റായി പോകും. അതുകൊണ്ട് മാറ്റണമെന്ന് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ തടഞ്ഞു. കാരണം വെച്ചാൽ ഈ ക്രൈം കൊണ്ടത് മാറ്റാൻ നേരം നമ്മളറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ തടഞ്ഞു നിർത്തി. അത്രേ ഉള്ളൂ. അപ്പോൾ കളക്ടറെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരെത്താമെന്ന് പറഞ്ഞിട്ട് അതുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ നേരത്തെ ഉണ്ടായിട്ട് ഇത് 3ാം പ്രാവശ്യമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റോഡിലുള്ള ഈ മണ്ണിടുന്നത് നമ്മൾ സാധാരണ എർത്ത് മണ്ണാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള കാശാണല്ലോ അവർ മേടിക്കുന്നത്. ഇത് കുഴിച്ച വല്ലയിടത്തും കിടക്കുന്ന വേസ്റ്റ് മണ്ണുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതിന് ശേഷം അതെടുത്തുകൊണ്ട് വന്നിട്ട് ഉണക്ക പോലുമല്ല ചെളി അത് കൊണ്ടുവന്നിട്ടാണ് അവർ നികത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പല പ്രാവശ്യവും ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പരാതികൾ കൊടുത്തു. പല ഉദ്യോഗസ്ഥരും വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ സമരം ചെയ്തു. അപ്പോഴൊന്നും ആരും ഇത് ചെവിക്കൊണ്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാവാതെ ഇത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഞങ്ങൾ ഈ കമ്പനിയുടെ കരാർ എന്താ സംഭവിച്ചേ? അത് കോൺക്രീറ്റ് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ടെസ്റ്റ് ചെയ്യണമെങ്കിലും കോൺക്രീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യൂബ് നിറച്ച് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോളാം. എന്താ തകർന്നു വീഴാൻ കാര്യം? അതിന് സ്റ്റേജിങ്ങിലും വെൽഡിംഗ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാ ഈ നാട്ടുകാർ പറയുന്നത് 4ാമത്തെ തവണയെന്നാ? ഇല്ല, സ്ലാബ് ഇപ്പോഴാണ് അടിച്ചത്. ഒന്നും അറിയുന്നില്ല. അറിയാതെ കാര്യത്തിൽ തിരിച്ചു പറയരുത്. ഇതും എം സാൻഡ് യൂസ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. നോക്കണം, ഇഷ്ടം നോക്കാൻ ആർക്കാ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഈ എങ്ങനെ പ്രശ്നം പരിഹരിക്കുക? ഇത് വന്നിട്ട് സാൻഡിന് എം സാൻഡ് യൂസ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ടെസ്റ്റിന് ക്യൂബ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാ പ്രോസസ്സും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫൗണ്ടേഷനിൽ വെണ്ട് കമ്മിയായത് കൊണ്ടിട്ട് ഞാൻ ഫൗണ്ടേഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇല്ലാതെ ഒരു സ്ലാബ് ഇവിടെ പൊളിഞ്ഞ് വിളിന്നിട്ടുമില്ല, ഇതുവരെ ഒന്നും ആയിട്ടുമില്ല. ഇത് പൊളിഞ്ഞു. ഞാൻ ഇത് ഇല്ലെന്ന് പറയുന്നില്ല, എല്ലാവരും മുമ്പില്ലേ. അതിൻ്റെ സ്റ്റേജിലുള്ള വെൽഡിങ് ബ്രേക്ക് ആയിട്ടാണ് ഇത് പൊളിഞ്ഞത്. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടെ കൊണ്ടിട്ട് ആ ഫോൾസ് കൊണ്ടിട്ട് അതിന്റെ ഇതായിട്ട് വെള്ളത്തിന് ഒഴുക്കുണ്ടാവും. നമ്മൾ നേരത്തെ കരുതേണ്ടതല്ലേ? അതൊക്കെ നോക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തതുള്ളൂ. അത് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, ഇവിടെയും മഴ പെയ്യുന്നുണ്ട്. മഴയുടെ വെള്ളത്തിൽ എപ്പോഴും പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ തുറത്ത് മഴ പെയ്യുന്നത് കൊട്ടാരക്കര സൈഡിലുള്ള തമിഴ്നാട്ടിലെ മഴ വെള്ളം ഇവിടെ വരില്ല അല്ലേ? ഇതിപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? നേരത്തെ ചെയ്യേണ്ടതല്ലേ? വേണ്ട കാര്യങ്ങൾ പാലിക്കാത്തോണ്ടല്ലേ? ആർക്കും ഒരു ഇതില്ലാത്ത രീതിയിൽ നല്ല പടിക്ക് സ്ട്രക്ചറിൽ ചെയ്തിട്ടുണ്ട്. ഈ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടോ? എല്ലാവരും വന്ന് ചെക്ക് ചെയ്തിട്ടില്ലേ? എല്ലാ കമ്പിയൊക്കെ നോക്കി എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ചെയ്യുന്നു. ഇതിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം കടലിൽ നിന്നൊക്കെ തന്നെ ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണാണ് ഇത് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നുള്ള ആക്ഷേപം ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ പാലത്തിന്റെ ഈ തൂണ് കൊടുത്ത്, അതായത് ബലപ്പെടുത്താൻ വേണ്ടി കൊടുത്തിരുന്ന തൂണിന്റെ ഒരു ഭാഗത്തിന്റെ ഈ വെൽഡിങ് ഒഴിഞ്ഞു പോയതാണ്. അങ്ങനെയാണ് അപകടമുണ്ടായത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, തമിഴ്നാട്ടിലൊക്കെ മഴയുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ വെള്ളമൊഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തകർന്നു പോകുന്നതൊക്കെ ഒരു മറുപടിയൊക്കെ തന്നെയാണ് ഈ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ
അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും എടുത്തു പറയേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഒരു പരിശോധനയ്ക്കായി എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിൽ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കരാറുകാരന്റെ പ്രതികരണമാണ് കേട്ടത്. അപ്പോൾ വലിയ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന ലാഘവത്തോടുള്ള പ്രതികരണം. അതേസമയം നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ പാലമാണ് തകർന്നത്. കളക്ടർ എത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളും ആവശ്യപ്പെടുന്നത്.